ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്. ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടനയെക്കുറിച്ച് തന്നെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളത്. തുടക്കത്തിൽ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ വാരികയിൽ എഴുതിയ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഭാവി ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഈ വരികളിലുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കാം. I shall strive for a constitution which will release India from all thraldom and patronage and give her, in which the poorest should feel that it is their country, in whose making they have an effective voice, an India in which all communities should live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same rights as men. അതായത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരിവസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകാവുന്ന ഇന്ത്യ. അപ്പോൾ ഗാന്ധിജി ഭരണഘടനയെക്കുറിച്ച് ഉള്ള ആശയങ്ങളാണ്, അദ്ദേഹം പറഞ്ഞ ആശയങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. നെക്സ്റ്റ് പേജ്. Was it after independence that we started thinking about a constitution? സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? അല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1946 അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തന്നെ ഈ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം നോ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. What ideas did Gandhiji wish to have in the future constitution of India? ഭാവി ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? എന്തൊക്കെയാണ്? സോവറിറ്റി പരമാധികാരം, ഇക്വാളിറ്റി തുല്യത, ഫ്രറ്റേർണിറ്റി സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി. രണ്ടെണ്ണം ആഡ് ചെയ്യണം. രണ്ടെണ്ണം ഏതൊക്കെയാണ്? സോഷ്യൽ ജസ്റ്റിസ് എഴുതാം അല്ലേ? അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതി. പിന്നെ എന്താണ് എഴുതേണ്ടത്? പിന്നെ നമുക്ക് സിവിൽ റൈറ്റ്സ് എഴുതാം. സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരാവകാശങ്ങൾ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ദി ഡ്രീം ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. എന്തായിരുന്നു അവരുടെ സ്വപ്നം എന്നുള്ളതെന്ന് നോക്കാം. അവരുടെ സ്വപ്നത്തിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. The first war of independence in 1857 was the first mass movement against the British rule. Soldiers, rebels, kings, feudal lords, peasants and many other groups participated in the struggle. This movement helped the people to develop a sense of nationalism based on religious harmony. The strengthening of nationalism led to the formation of many regional organizations against foreign dominations in different parts of India. Indian Association, Madras Native Association and Pune Sarvajanik Sabha are some examples. As distinct from such organizations of a regional nature, a national organization emerged in 1885 through the Indian National Congress. With that, the anti-British agitations at the national level achieved an organized dimension. The main objectives of this movement were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. എന്താണ് പറഞ്ഞു വരുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യം ഉയർന്നു വന്ന ഒരു ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ആരൊക്കെയാണ് അതിൽ പങ്കാളികളായത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഈ സമരത്തിൽ പങ്കുചേർന്നു.
പിന്നെ എന്താണ് ജനങ്ങൾക്കിടയിലൊരു മതസൗഹാർദ്ദത്തിലൊരു ദേശീയബോധം, മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായിച്ചിട്ടുണ്ട്. ദേശീയബോധമൊക്കെ ജനങ്ങൾക്കിടയിൽ ശക്തിപ്പെട്ടതോടുകൂടി ഈ വിദേശ ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശികമായ സംഘടനകൾ രൂപപ്പെട്ടു. അതിൽ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ അതിന് ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ വിദേശാധിപത്യത്തിനെതിരെ പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പിന്നീട് എന്താണ് 1885 പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടന രൂപപ്പെട്ടു. ഈ പ്രാദേശിക സ്വഭാവമുള്ള സംഘടനയല്ല ഇത് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഒരു സംഘടനയായിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള സംഘടനയിലൂടെ ഉയർന്നു വന്നത്. അതോടുകൂടി ദേശീയ തലത്തിൽ ഈ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ഒരു ദേശീയമാനം, സംഘടിതമാനമൊക്കെ കൈവന്നു. അതായത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, പിന്നെ എന്താണ് ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നിവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ദി മെയിൻ ഒബ്ജക്റ്റീവ് of this movement were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. അപ്പോൾ ഫസ്റ്റ് വാരയുടെ ലാസ്റ്റ് ലൈൻസ് പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? The main objectives of the freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. At each phase of the struggle, the leadership had different views, including moderate extremist nationalism. However, the nationalist movement proceeded by unholding some basic ideas and values. പിന്നെന്താണ്? ഒരു വിദേശ ഭരണം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഈ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിതവാദവും തീവ്ര ദേശീയവാദവും ഒക്കെ ഉൾപ്പെടെ ഉയർന്നു വന്നു. അങ്ങനെ മിതവാദം, തീവ്ര ദേശീയവാദം ഇവയ്ക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരുന്നു എങ്കിൽ പോലും അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. നെക്സ്റ്റ്, വിത്ത് ദി അഡ്വെന്റ് ഓഫ് ഗാന്ധിജി, ദി ഫ്രീഡം മൂവ്മെന്റ് ട്രാൻസ്ഫോംഡ് itself into a mass movement. Gandhiji's influence strengthened the demand for democracy based on social justice. The leaders wished that the ideas and values of freedom, equality based on social justice, brotherhood and religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനൊക്കെ ഒരു ബഹുജന സ്വഭാവമൊക്കെ കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കുകയും ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കളൊക്കെ ആഗ്രഹിച്ചു. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻസ്. അതായത് നിങ്ങൾ ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? റിലീജിയസ് ഹാർമണി, ബ്രദർഹുഡ്, ഡെമോക്രസി, വെൽഫെയർ സ്റ്റേറ്റ്, ജസ്റ്റിസ്, സെക്യുലറിസം, ഇക്വാളിറ്റി, ഫ്രീഡം ഫോർ ഓൾ. ഇത്ര എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷേർഡ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. ഓൾ റിലീജിയൻസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷേർഡ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തേൺഡ്. ജനാധിപത്യ ഭരണം
ശക്തിപ്പെടുത്തണം. രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്യണം. എന്തൊക്കെ ആഡ് ചെയ്യാം? ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ, അല്ലേ? എല്ലാവർക്കും തുല്യനീതി, ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ. പിന്നെയോ പിന്നെ എന്താ ആഡ് ചെയ്യാം? ഫ്രീഡം ഈസ് എവരി വൺസ് റൈറ്റ്. സമത്വവും ഫ്രീഡം ഈസ് എവരി വൺസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ ബിക്കെയിം ദി ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവാലുവേറ്റ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. അതിനെക്കുറിച്ച് വിലയിരുത്തുവാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചതെല്ലാം ആ ക്വസ്റ്റ്യനെ കൂടെ ആഡ് ചെയ്യുക. ഇനി അടുത്തത് പ്രിക്കേഴ്സർ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കുട്ടിയോടും ചിന്തിക്കുകയാണ്, അല്ലേ? Didn't we get freedom on 15 August 1947? But the constitution came into force on 26 January 1950. Then what was India's constitution and law for 2.5 years after independence? എന്താ കുട്ടി ചിന്തിക്കുന്നത്? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നതോ 1950 ജനുവരി 26. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? സ്വാതന്ത്ര്യത്തിന് ശേഷം 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന നിയമം എന്ന കുട്ടി ചിന്തിക്കുകയാണ്. ഡോണ്ട് യു ഹാവ് സച്ച് എ ഡൗട്ട്? നിങ്ങൾക്കും ഇതേപോലെ സംശയങ്ങളുണ്ടോ? What we followed was Government of India Act passed by the British in 1935 until we became a republic. Many ideas and provisions of our constitution were taken from this act. Our constitution came into force on 26 January 1950, replacing this act. എന്താണ് പറയുന്നത്? അതായത് 1935 ബ്രിട്ടീഷുകാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നിയമം പാസ്സാക്കിയിരുന്നു. അപ്പം നമുക്ക് ഈ ഭരണഘടന നിലവിൽ വരുന്നത് വരെ ഈ നിയമമാണ് നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഏത് നിയമത്തിൽ നിന്ന്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള നിയമത്തിൽ നിന്ന്. 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Find out the features of the Government of India Act by observing the figure below. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്തായിരിക്കാം സവിശേഷതകൾ? Bicameral legislature in 6 provinces, 321 sections and 10 schedules, bicameral legislature at the center, special constituencies for weaker section, women and workers. Power divided between the center and the provinces. ഇപ്പം എന്തൊക്കെയാണ്? അതായത് 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. പിന്നെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്കൊക്കെ പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചിരുന്നു. അത് പഠിക്കുക. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. നെക്സ്റ്റ്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടുവാർഡ്സ് ഫ്രെയിമിംഗ്, അതായത് ഭരണഘടന അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക്. A code of laws for independent India was one of the main proposals of the cabinet mission that visited India in 1946 to discuss the transfer of power. The Constituent Assembly was formed with this objective. അതായത് 1946 ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒരു നിയമം എഴുതി തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. നെക്സ്റ്റ് പേജ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946, അതായത് ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ആയിരുന്നു.
പിന്നെ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ B.R. അബ്ദേക്കർ, ദി ഇലക്ടഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B.R. അബ്ദേക്കർ ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. Came into effect on 26 January 1950. India became republic. നിലവിൽ വന്നത് ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഫ്രെയിമിംഗ് പീരിയഡ് 2 years 11 months 17 days. അതായത് നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. നെക്സ്റ്റ് എന്താണ്? ഫോർ ആൻ അൺബ്ലെമിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കുറ്റമറ്റ ഒരു ഭരണഘടനയ്ക്കായി. ഡോക്ടർ B.R. അബ്ദേക്കറിനെ കുറിച്ചാണ് വായിക്കാം. The Constituent Assembly, which was entrusted to frame our Constitution, had the desire that it should be the best in the world. The chief architect of our Constitution, Dr. B.R. Abdekar, made a detailed study of the constitutions of about 60 countries. He intended to adopt the good aspects of other countries' constitution while adopting the ideas from foreign constitutions. Due consideration was given to India's diversity, historical tradition and culture. എന്താണ് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം ഭരണഘടന നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്ന ഡോക്ടർ B.R. അബ്ദേക്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായി പഠിച്ചു. മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട ഈ ഭരണഘടനകളുടെ നല്ല വശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചു. പിന്നെ എന്താണ്? ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഡിവൈസ് ഫീച്ചേഴ്സ്, സവിശേഷതകൾ ഒട്ടേറെ. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഇന്ത്യ ഹാസ് ദി ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജനുവരി 1950 had 22 parts, 394 articles and 8 schedules. What are the main features of our constitution? അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ ഇത്രയും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാർലമെന്ററി ഡെമോക്രസി. ദി ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺട്രി. അതായത് പാർലമെന്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ്, പോപ്പുലർ സോവറിനിറ്റി. ഓൾ ദി പവേഴ്സ് ഓഫ് ദി നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദി പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ, അതായത് ജനങ്ങളുടെ പരമാധികാരം, രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദി സ്റ്റേറ്റ്. മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. നെക്സ്റ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ യൂസ് ടു ദി നേഷൻ ആൻഡ് സൊസൈറ്റി. മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഡയറക്ഷൻസ് ഗിവൺ ടു ദി സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ, സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. റൂൾ ഓഫ് ലോ. ഓൾ സിറ്റിസൻസ് ആർ സബ്ജക്റ്റ് ടു ദി ലോ, നോ വൺ ഈസ് അബവ് ദി ലോ. അതായത് നിയമവാഴ്ച. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച എന്താണ്? എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. നെക്സ്റ്റ് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് നമ്മളിപ്പോൾ വായിച്ചതാണ്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹൂ അറ്റൈൻഡ് എ പർട്ടിക്കുലർ ഏജ്, അതായത് നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ദി ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്.
നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. കോടതിയുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വതന്ത്രമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് ഫെഡറലിസം. എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനം. നെക്സ്റ്റ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. ഏക പൗരത്വം എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദി കൺട്രി, ദർ ഇസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്സ്. രാജ്യത്ത് ഒറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വങ്ങളൊന്നും ഇല്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടന സവിശേഷതകൾ മുൻനിർത്തി ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡ്രോ അഗൻസ്റ്റ് ദി കറക്റ്റ് വൺസ് ആൻഡ് ടു ദി റോങ് വൺസ്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കിയിട്ട് അവയിൽ ശരിയായവയ്ക്ക് നേരെ ഈ ചിഹ്നങ്ങൾ വരച്ച് ചേർക്കുവാനാണ്. രണ്ട് ചിഹ്നങ്ങൾ കണ്ടില്ലേ? എന്ത് ഇമോജികളാണത്? ആ ഇമോജികൾ നിങ്ങൾ വരച്ച് ചേർക്കുക. അവർ കോർട്ട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്റ്സ്. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് തൽക്കാലം ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാം. ട്രൂ ആണോ? അത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിലാണ് എങ്കിൽ പോലും കോടതികൾ എപ്പോഴും സ്വതന്ത്രമായിട്ടാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഫാൾസ് എന്ന് എഴുതാം. സ്വതന്ത്രമായിട്ടാണ് കോടതികൾ പ്രവർത്തിക്കുന്നത്, ഫാൾസ് എന്ന് എഴുതാം. നെക്സ്റ്റ്, സർട്ടൈൻ പവേഴ്സ് ആർ വെസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ട്. അത് ശരിയാണ്, ട്രൂ ആണത്. നെക്സ്റ്റ് എന്താണ്? എവരി വൺ ഹു ടേൺസ് 18 ഹാസ് ദി റൈറ്റ് ടു വോട്ട്. അതായത് 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആ ചിഹ്നം നിങ്ങൾ ട്രൂ ആണത്, ശരിയാണത്. അപ്പോൾ അത് വരച്ചു ചേർക്കുക. നെക്സ്റ്റ്, നോ വൺ ഈസ് എബവ് ദി ലോ. ആരും നിയമത്തിന് അതീതരല്ല. റൈറ്റ് ആണത് അല്ലേ? അത് റൈറ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. അത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അത് ശരിയാണോ? അത് ശരിയല്ല, അല്ല, തെറ്റാണത് അല്ലേ? നെക്സ്റ്റ്, ഇൻ ഡെമോക്രസി ദി പീപ്പിൾ ആർ സോവറിൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നവർ, പരമാധികാരികൾ എന്ന് പറയുന്നത്. ശരിയാണത്, അത് ട്രൂ ആണ്. അടുത്തത്, ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ് അല്ലേ? അവിടെ ട്രൂ, റൈറ്റ് ആണത്. നെക്സ്റ്റ് എന്താണ്? നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. നമ്മുടെ ഭരണാധികാരികളുടെ മേലെ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റാണ് അല്ലേ? നമ്മുടെ ഭരണാധികാരിയുടെ നിയമനിർമ്മാണ സഭകൾ അവരെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ് ആ സെൻറ്റൻസ്. അപ്പോൾ അവിടെ നിങ്ങൾ റോങ്ങും റൈറ്റും ഒക്കെ വരച്ച് ചേർക്കുക. നെക്സ്റ്റ് എന്താണ്? സോഴ്സ് ഓഫ് ലോസ്. Our constitution is the fundamental law of the nation. Any law framed by the center or state governments should follow the provisions of our constitution. Thus, the boundaries within which governments can make and enforce laws are decided by our constitution, which holds the positions as the supreme system and source of law. എന്താണ് നിയമങ്ങളുടെ ഉറവിടം? സോഴ്സ് ഓഫ് ലോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മാത്രമേ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഓരോ നിയമവും നിർമ്മിക്കുവാനായിട്ട് കഴിയും. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകളൊക്കെ ഈ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുവാനും പിന്നെ നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകളൊക്കെ ഭരണഘടന നിർവചിച്ചു നൽകുന്നു. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. അപ്പോൾ ഭരണഘടനയ്ക്ക് പരമോന്നത സ്ഥാനമാണ് ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? കുറച്ച് നിയമങ്ങളാണ് ഭരണഘടന അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വനം വന്യജീവി സംരക്ഷണ നിയമം.
നാഷണൽ സെക്യൂരിറ്റി ആക്ട് ദേശീയ സുരക്ഷാ നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ബാലവേല നിരോധന നിയമം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ദുരന്ത നിവാരണ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഭക്ഷ്യസുരക്ഷാ നിയമം, ലാൻഡ് റിഫോംസ് ആക്ട് ഭൂപരിഷ്കരണ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം, ലേബർ ലോ തൊഴിൽ നിയമം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം. All the laws mentioned above are made in accordance with the Constitution. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ വായിച്ച എല്ലാ നിയമങ്ങളും ഭരണഘടന അനുസരിച്ച് ഭരണഘടന അനുസൃതമായിട്ട് ഭരണഘടന പറഞ്ഞതുപോലെ തന്നെ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. ലിസ്റ്റ് ഔട്ട് ദി ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻഡ് ഇൻ ദി കൊളാക്, അതായത് കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ബാലവേല നിരോധന നിയമം കൊടുത്തിട്ടുണ്ട്. അടുത്തെന്താണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം. അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് മൂന്നും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. Why does our country give great importance to children's right? Discuss. അതായത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് ചർച്ച ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, പോക്സോ ആക്ട് 2012. അതായത് കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണ് 2012 പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അതൊന്ന് വായിക്കാം. The 1989 Convention on the Rights of the Child aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. POCSO 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. The law considers all under the age of 18 as child. Have you heard this law? അതായത് നിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന്? ഈ നിയമത്തെക്കുറിച്ച് എന്ത് നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ഉള്ള ഒരു നിയമമാണ് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലയിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. 2012 പോക്സോ ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും അവർക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഈ പോക്സോ ആക്ട്. 2012 പോക്സോ ആക്ട് നിയമം എന്ന് പറയുന്നത്. അത് ലിംഗഭേദമില്ലാതെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, ആൺകുട്ടിയെന്ന് പെൺകുട്ടിയെന്ന് വേർതിരിവില്ലാതെയാണ് ആ നിയമം നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് safely without fear in the society. A child must be able to identify the uncomfortable and unsafe touches, looks, actions, etc. from any person. They should be capable enough to say no to such acts, able to keep away and complain to the authorities. The law states that cases of sexual assault are to be reported to the Special Juvenile Police Unit or the local police. Officers handling POCSO cases are known as Child Welfare Police Officers. എന്താണ് പറയുന്നത്? അതായത് ഓരോ കുട്ടിക്കും ഈ സമൂഹത്തിൽ ഭയമില്ലാതെയും സുരക്ഷിതമായും ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് അല്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ നേരെ ആരും തന്നെ
അതായത് സുരക്ഷിതമല്ലാത്ത ഒരു സ്പർശനം, ഒരു ടച്ച് കുട്ടികൾക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഒരു സ്പർശനം, നോട്ടം, പ്രവൃത്തി, ഇതൊക്കെ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ കുട്ടികൾ ഒരിക്കലും നമുക്ക് ഒരാൾ നമ്മളെ തൊട്ടു നോക്കി അതൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉളവാക്കുകയാണ്. അങ്ങനെയുള്ള അതൊരു അതായത് ഒരു എന്താ പറയുക അതിന്, അതൊരു നല്ലൊരു നോട്ടമല്ല, അല്ലെങ്കിൽ നല്ലൊരു ടച്ചല്ല, ഒരു ഗുഡ് ടച്ച് അല്ല അത് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചറിയാനായിട്ട് കഴിയണം. ഇത്തരം പ്രവൃത്തികൾ, അതുപോലെയുള്ള പ്രവൃത്തികൾ കുട്ടികളോട് ചെയ്തു കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും നോ എന്ന് അവരോട് പറയണം. മുതിർന്ന ആളുകളാണ് കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും വേറെ ആരാണെങ്കിലും ശരി അവരോട് നോ എന്ന് പറയുവാനും പിന്നെ ഈ അധികാരികളോട് പരാതിപ്പെടാനും ഇവർക്ക് കഴിയുവാൻ വേണ്ടി, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കുട്ടികൾ ഒരു കാരണവശാൽ അരുതാത്തൊരു നോട്ടമോ എന്തെങ്കിലും ഒരു സ്പർശനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നോ എന്ന് തന്നെ പറയണം. അത് ആരോടാണ്, നിങ്ങളുടെ ടീച്ചറിനോടോ നിങ്ങളുടെ പേരൻസിനോടോ എന്ന് എന്താണെങ്കിലും നിങ്ങളത് തുറന്ന് പറയണം. പിന്നെ ഇതേപോലുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ വകുപ്പ് 19 പ്രകാരമാണ്. അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽസ് പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസാണ്. പിന്നെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത്. The Kerala State Commission of Protection of Child Rights has set up a monitoring system, POCSO Monitoring Cell, under Section 44 of the POCSO Act. The Act ensures severe punishment to anyone who indulges in POCSO offences. എന്താ പറയുന്നത്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരം ഒരു മോണിറ്ററിംഗ് സെൽ, നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിനമായ ശിക്ഷ ഈ പോക്സോ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർഗനൈസ് എ ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ ആൻ അവയർനെസ് പാംഫ്ലെറ്റ് ഓൺ ദി ടോപ്പിക് ഡിറ്റക്റ്റിംഗ് സിറ്റുവേഷൻസ് ദാറ്റ് മേ ലീഡ് ടു ക്രൈം അഗൈൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദി പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് സച്ച് ക്രൈംസ്. അതായത് കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാകാനിടയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് പ്രതിരോധിക്കുവാനും അതിൽ നിന്ന് രക്ഷ നേടുവാനുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തുക. എന്നിട്ട് അത് ബോധവൽക്കരണത്തിന് വേണ്ട ഒരു ലേഖ തയ്യാറാക്കുക. അടുത്തെന്താണ്? ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം. Apart from being the system and source of law, what other functions does the Constitution perform? അതായത് നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്ന് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് ദി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, അതായത് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളുമൊക്കെ സ്ഥാപിക്കുന്നു. ഡിഫൈൻസ് ആൻഡ് ഡെലിമിറ്റ്സ് ദി പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഡിഫൈൻസ് ദി ബേസിക് വാല്യൂസ് ആൻഡ് ദി ഐഡിയാസ് ഓഫ് ദി നേഷൻ, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. ആക്ട്സ് ആസ് സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് ടൈറനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദി ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡയറക്ട് ദി നേഷൻ, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദി കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുകയെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നിയമത്തിൻ്റെ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഇതിന് സ്രോതസ് എന്നതിനൊക്കെ പുറമെ എന്തൊക്കെ ധർമ്മങ്ങളാണ് ഭരണഘടന നിർവഹിക്കുന്നതെന്ന് ഉള്ളത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. നെക്സ്റ്റ് പേജ് എന്താണ്? പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഫോർ ദ റിപ്പബ്ലിക് ഡേ
റാലി വിത്ത് മെസ്സേജസ് റിഫ്ലക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭരണഘടനയുടെ ധർമ്മങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. പ്ലക്കാർഡുകൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്, ഭരണഘടന പൗരാവകാശത്തിൻ്റെ കാവലാൾ. ബാക്കി നിങ്ങൾ ഇതുപോലെ പ്ലക്കാർഡുകളൊക്കെ തയ്യാറാക്കുക. നെക്സ്റ്റ് അടുത്തതായിട്ട് ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ്, അതായത് മാറ്റിയും തിരുത്തിയും. അതായത് ഭരണഘടനയിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, ഒരുപാട് നിയമങ്ങളൊക്കെ മാറ്റി മറിക്കപ്പെട്ടിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി ഫിഗർ ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ ചിത്രം നിങ്ങൾ നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? 26 January 1950 the Constitution of India came into force. Amendment 1. 1951 the number of schedules increased to 9. Amendment 44. 1978 the right to property is no longer a fundamental right. Amendment 42. 1976 socialism, secularism and integrity were added. Amendment 73 and 74. 1992 Panchayat Raj Municipal Corporation Act. Amendment 101 2016 Goods and Services Tax GST. Amendment 86 2002 Education became a fundamental right. Amendment dash write about the latest constitutional amendment here. അപ്പോൾ അടുത്തതായിട്ടുള്ള ഭേദഗതി അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഭേദഗതികൾ. അപ്പോൾ ഓരോ ഭേദഗതികളാണ് കൊടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. പിന്നീട് അതിൽ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തിയത് ഒന്നാമത്തെ ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 എണ്ണമായി, ഷെഡ്യൂൾ 9 എണ്ണമാക്കി. പിന്നെ 44 ഭേദഗതി അമെൻമെൻറ്റ് 44 1978 സ്വത്തവകാശം മൗലികാവകാശം അത് അല്ലാതായി. സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണെന്നുള്ളത് അങ്ങനെ ഒരു നിയമം ഇല്ലാണ്ടായി. പിന്നെ 1976 വന്ന ഭേദഗതി അമെൻമെൻറ്റ് എന്ന് പറയുന്നത് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. പിന്നെ 92 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ 86 ഭേദഗതി അമെൻമെൻറ്റ് 86 2002 അതായത് വിദ്യാഭ്യാസം 2002 വന്ന നിയമമാണ്, പുതിയതായിട്ട് കൂട്ടിച്ചേർത്താണ് വിദ്യാഭ്യാസം മൗലിക അവകാശം. അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവർക്കും വേണമെന്നുള്ളൊരു അവകാശമായി. പിന്നെ 101 അമെൻമെൻറ്റ് 101 അത് 2016 ചരക്ക് സേവന നികുതി വന്നു, GST എന്ന് പറയുന്ന. പിന്നെ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി അമെൻമെൻറ്റിനെ കുറിച്ച് ഇവിടെ എഴുതി ചേർക്കുവാനാണ്. നോട്ടുകൾ അടുത്ത വീഡിയോയിൽ തരാം. ക്വസ്റ്റ്യൻസ് വായിക്കാം. Which ideas were newly added to the Constitution in 1976? അതായത് 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? ഏതെല്ലാം ആശയങ്ങളാണ്? സോഷ്യലിസം, സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി. അതായത് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. 3 ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? In which year did the Constitution of India come into force? അതായത് വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ത്യയുടെ ഭരണഘടന നിലയിൽ വന്നത് 1950 1950. നെക്സ്റ്റ്, വാട്ട് വാസ് ദി ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? അതായത് ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? എന്ത് മാറ്റമാണ്? അത് ഏത് വർഷമാണ്? ഏത് വർഷം? 1951 ആണ് അല്ലേ? അതിൽ ഈ ഷെഡ്യൂൾസിൻ്റെ എണ്ണം 9 ആയി. അതായത് പട്ടികകളുടെ എണ്ണം 9 ആയി വർദ്ധിച്ചു. അതാണ് വന്ന മാറ്റം. 1951 ആ മാറ്റം ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡിഡ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? അതായത് രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായി നിലനിന്നു എന്നാണ്. എത്ര വർഷത്തോളം നിലനിന്നു? 1950 മുതൽ 1978. 1978
ഈ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായത്. അപ്പോൾ 1978 വരെ നിലനിന്നു എന്ന് പറയുമ്പോൾ അത് ഏകദേശം 28 വർഷത്തോളം അത് നിലനിന്നു. അപ്പോൾ ഏകദേശം 28 വർഷത്തോളമാണ് ഈ സ്വത്തവകാശം മൗലിക അവകാശമായി നിലനിന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് വെൻ? അതായത് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ? എന്നു മുതൽ മൗലിക അവകാശമാണോ ഇന്ത്യയിൽ? വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിലവിൽ മൗലിക അവകാശമാണ് അല്ലേ? യെസ്. അപ്പോൾ അത് എന്നു മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 മുതൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഹാസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? അതായത് ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പിക്ചർ വെച്ച് നോക്കി കഴിയുമ്പോൾ 7 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഭേദഗതി നമ്മൾ എഴുതിയിട്ടില്ല, അത് നമുക്ക് അത് നോട്ടിൽ തരാം. അപ്പോൾ നിലവിൽ 7 തവണയാണ്. Our constitution changes from time to time. Constitutional amendment is the process of making changes in the constitution as per the changing social demands. The constitution itself explains how amendment can be made. According to Article 368, Parliament has the power to amend the constitution, but the basic structure of the constitution should not be amended. എന്താണ് പറയുന്നത്? കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയ. എങ്ങനെയെല്ലാം ഭേദഗതികൾ അമെൻമെൻറ്റ് വരുത്താമെന്നുള്ളത് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിന് മാത്രമേ 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. എന്നാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടന അത് ഭേദഗതി ചെയ്യുവാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് എന്താണ്? ഡു നോട്ട് ഷേക്ക് ദി ഫൗണ്ടേഷൻ. In 1973, the Supreme Court ruled that no change should be made to the basic structure of the Constitution. This verdict was made in the case filed by Keshavananda Bharati, the abbot of Kasaragod Idanir Mutt, against the state of Kerala. അതായത് ഭരണഘടനയുടെ അടിത്തറക്കരുത് എന്നാണ് പറയുന്നത്. 1973 കാസർഗോഡ് ഇടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്താണ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ? വിദ്യാഭ്യാസം മൗലിക അവകാശം. Education was made a fundamental right by the 86th Constitutional Amendment in 2002. These provisions were added in the Constitution as Article 21A. The Right to Education Act 2009 was enacted on 4 August 2009 as per this amendment. The Act ensures free and compulsory education to all children between the age of 6 and 14 years. വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് ആക്കപ്പെട്ട എന്ന് മുതലാണ്? 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായിട്ടാണ് അത് ചേർത്തിട്ടുള്ളത്. 21A വകുപ്പായിട്ടാണ് ഈ വിദ്യാഭ്യാസ മൗലിക അവകാശം എന്നുള്ള ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചേർത്തിരിക്കുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ആഗസ്റ്റ് 4 ആണ് ഈ നിയമം നിലയിൽ വന്നത്. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അതായത് 2009 ആഗസ്റ്റ് 4 വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടും നിർബന്ധിതമായിട്ടുമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. The terms secularism, socialism and integrity were inserted in the preamble of the Constitution through the 42nd Amendment of 1976. Some other changes were also brought in the Constitution through this amendment. Due to the significant changes brought by this amendment, it was also called the Mini Constitution. അത് ചെറിയ ഭരണഘടന 1976 42ാമത്തെ അമെൻമെൻറ്റ് ഭേദഗതി വഴിയാണ് ഈ മതേതരത്വ, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ
ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 1976 44ാമത്തെ അമെൻമെൻറ്റിൽ ഈ 3 ആശയങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു: മതേതരത്വം, സോഷ്യലിസം, സെക്യുലറിസം. അതായത് സെക്യുലറിസം, സോഷ്യലിസം ആൻഡ് ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഇത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് ഈ മാറ്റത്തെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: പ്രിപ്പയർ എ ടൈം ലൈൻ യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്സ്. അതായത് പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ ഒരു ടൈം ലൈൻ തയ്യാറാക്കുവാനാണ്. അപ്പോൾ അത് തയ്യാറാക്കുക. അടുത്തത്, വെൻ ദി റൂൾസ് ആർ എൻഫോഴ്സ്ഡ്, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ. ചില നിയമങ്ങളൊക്കെ കടലാസം മാത്രമേ ഒതുങ്ങുന്നുള്ളൂ, അതൊന്നും നടപ്പിലാക്കുന്നില്ല, അതായത് അതൊന്നും നടപ്പിൽ വരുന്നില്ല. അതൊന്നും. ലാൻഡ് റിഫോം ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ് ഇൻ ദി കൺട്രി. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഈ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ ഇനിയും ഭൂപരിഷ്കരണ നിയമങ്ങളൊന്നും ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. ദി ഡവറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി. അത് ഡവറി എന്ന് പറയുന്ന സ്ത്രീധന നിരോധന നിയമമുണ്ട്, അതൊക്കെ ഇപ്പോഴും കടലാസ് തന്നെയാണ്, ഇപ്പോഴും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെൻറ്റഡ് ബൈ ലോ എലോൺ. മദ്യവിപത്ത്, അതായത് മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം അത് തടയാനാവില്ല. അത് മദ്യത്തിൻ്റെ കാര്യത്തിൽ മദ്യം നിർമ്മിക്കരുത്, അത് ഉപയോഗിക്കരുത് എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നിയമം കൊണ്ട് മാത്രം തടയുവാൻ ആകില്ല. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. അതായത് പിന്നെ ബാലാവകാശ നിയമങ്ങൾ, ഈ 14 വയസ്സായുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അവരെ സ്കൂളിൽ വിടാതിരിക്കുക, ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിയമങ്ങളൊന്നും കർക്കശമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിങ് ദി അബോവ് ഹെഡ്ലൈൻസ്. അപ്പോൾ നിങ്ങൾ ഇത് വാർത്ത തലക്കെട്ടാണിത്, ഇതൊക്കെ നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി വേരിയസ് ചലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്, അല്ലേ? അതായത് നിയമങ്ങളൊക്കെ ഈ നടപ്പിലാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാട്ട് കുഡ് ബി ദി റീസൺസ്. ഇതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കാം, കാരണം എന്തൊക്കെയായിരിക്കാം? വേരിയഡ് ഇൻട്രസ്റ്റഡ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കാം. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദി വിൽ ഓഫ് ദി പീപ്പിൾ, ജനഹിതം, അതായത് ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങളുടെ മനസ്സെന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവാത്ത നിയമനിർമ്മാണങ്ങളായിരിക്കാം. ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമങ്ങളെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയായിരിക്കാം. പിന്നെ എന്തായിരിക്കാം? പിന്നെ നിയമത്തെ ഒരു പേടിയില്ലാത്തൊരവസ്ഥ, അതും വരാം, അല്ലേ? വി ആർ എ സൊസൈറ്റി വിത്ത് ഡിവേഴ്സ് ഇൻട്രസ്റ്റ്സ്. ഹൗവർ എവരിവൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി bound to obey the public laws. When new laws are formulated, criticism and struggles against them are likely to arise. It is natural in a democratic society. Such objections should be approached constitutionally and democratically. In our diverse and heterogeneous society, the values enshrined in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. In our diverse and heterogeneous society, the values enshrined in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. എന്താണ് പറയുന്നത്? വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്, എങ്കിലും പൊതുനിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ഭരണഘടനാപരമായി എല്ലാവർക്കും ബാധ്യതയുണ്ട്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെ ഒരു സമരങ്ങളൊക്കെ ഉയർന്നു വരാനുള്ളൊരു സാധ്യതകളുണ്ട്, അല്ലേ? അത് ജനാധിപത്യത്തെ, അതായത് ഈ ജനാധിപത്യ സമൂഹത്തിൽ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എതിർപ്പുകളെല്ലാം ഭരണഘടനാപരമായി ജനാധിപത്യപരവുമായിട്ടാണ് സമീപിക്കേണ്ടത്. പിന്നെന്താണ്? വൈവിധ്യങ്ങളും പിന്നെ വൈജാത്യങ്ങളും ഒക്കെ ഏറെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ അത് ഈ പൗരന്മാർ ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യ ഒരു പരമാധികാരം, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇന്ത്യ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് ഉയർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. കുറച്ച് തുടർ പ്രവർത്തനങ്ങളുണ്ട്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. കളക്ട് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ലോസ് ആൻഡ് പ്രിപ്പയർ എ കൊളാഗ്. അതായത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ തലക്കെട്ടുകളും ചിത്രങ്ങളും ശേഖരിച്ചൊരു കൊളാഷ് തയ്യാറാക്കണം. ഓർഗനൈസ് എ സെമിനാർ ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഭരണഘടനയുടെ സവിശേഷത എന്ന വിഷയത്തിൽ ക്ലാസ്സിലൊരു സെമിനാർ സംഘടിപ്പിക്കണം. പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ യുവർ ക്ലാസ് ബേസ്ഡ് ഓൺ ദി ഐഡിയാസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ഭരണഘടന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്ലാസ്സിനായി ഒരു ഭരണഘടന തയ്യാറാക്കുക.
Organize an awareness program on child safety and POCSO Act with the help of legal experts. അതായത് ഈ നിയമവിദഗ്ധരുടെ സഹായത്തോടുകൂടി കുട്ടികളുടെ സുരക്ഷയും പോക്സോ നിയമവും എന്ന ഒരു വിഷയത്തിലൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ തീരുകയാണ്. നോട്ടുകളും അടുത്ത വീഡിയോയിൽ തരാം. എല്ലാവർക്കും നമസ്കാരം.